ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ നാസ് ആയത്ത് നമ്പർ 6. മിനൽ ജിന്നതി വന്നാസ്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട. ഇതാണ് ഈ ആയത്തിന്റെ പാരായണവും അതിന്റെ അർത്ഥവും. നേരത്തെ നമ്മൾ മീ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ജനമനസ്സുകളിൽ ദുർബോധനം നടത്തുന്ന, നിരന്തരം വന്നു മറിയുന്ന ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടി. ആ ദുർബോധകൻ ആരാ? ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണ്? നമ്മുടെ പരിസരങ്ങളിൽ കാണുന്ന ജീവജാലങ്ങൾ, മിണ്ടാപ്രാണികൾ, സസ്യലതാദികൾ, മൃഗങ്ങൾ, ഇവയൊക്കെയാണോ? അല്ല. മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട. ഈ രണ്ട് ഗ്രൂപ്പുകളിൽപ്പെട്ട തിന്മയുടെ ശക്തികളായ പിശാചുക്കളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാവലിനെ തേടാൻ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ പദാനുപദ അർത്ഥം പരിശോധിക്കാം. മിനൽ ജിന്നത്ത്, മിൻ എന്ന് പറഞ്ഞാൽ വന്നതാണ്, ആവർത്തിക്കാം, ഇൽ നിന്ന്. മിനൽ ജിന്നത്തി, ജിന്നുകളിൽ നിന്നുള്ള. അപ്പൊ ജിന്നത്ത്, ജിന്നു വർഗത്തെയാണ് ജിന്നത്ത് എന്ന് പറയുന്നത്. ജിന്നത്ത്, ജിന്നത്ത്, ജന്നത്ത്, ജുന്നത്ത്. ജീമിന് ഫതഹ്, കസ്ർ, ലമ്മ് ചേർക്കുമ്പോഴുള്ള അർത്ഥവ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അത് സൂചിപ്പിക്കുകയാണ്. ജന്നത്ത് എന്നത് നമ്മൾ കേട്ടതാണ്, കേൾക്കാറുള്ളതാണ്. സ്വർഗത്തെ സൂചിപ്പിക്കാൻ, പൂന്തോട്ടത്തെ സൂചിപ്പിക്കാൻ ജന്നത്ത് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. ജിന്നത്ത് ഇവിടെ ജിന്ന് വർഗത്തെ സൂചിപ്പിക്കുന്ന അർത്ഥമായി ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിരിക്കുന്നു. മറ്റൊരർത്ഥം കൂടിയുണ്ട്, അത് ഇവിടെ പ്രസക്തിയില്ല, അതുകൊണ്ട് ഇപ്പോൾ അത് പറയുന്നില്ല. പിന്നെ ലമ്മോട് കൂടി പറയുമ്പോൾ ജുന്നത്ത്, പരിച എന്ന അർത്ഥത്തിൽ. അസ്സൗമു ജുന്നത്തുൻ, നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സൗമു ജുന്നത്തുൻ, നോമ്പ് ജുന്നത്താണ്, അതായത് പരിചയാണ്. അപ്പോ ഹർക്കത്തുകൾ തെറ്റുമ്പോഴേക്കും അർത്ഥമങ്ങ് മാറുന്നു എന്നതിനൊരു ഉദാഹരണം സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ മിനൽ ജിന്നത്തി, ജിന്നിനെയാണ്, ജിന്ന് വർഗത്തെയാണ് മിനൽ ജിന്ന, അൽ ജിന്നത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആരാണ് ഈ ജിന്ന്? മനുഷ്യന്റെ ദൃഷ്ടിക്ക്, അവന്റെ ദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയാത്തതിനെയാണ് ഇവിടെ ജിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുപ്തമായ സൃഷ്ടിയാണ്. അത് പദം തന്നെ ജന്ന എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥമാകുന്നത് അങ്ങനെയാണ്. ജിന്ന്, ഗോപ്യമായത്, കാണാൻ കഴിയാത്തത്. മനുഷ്യനെ സൂചിപ്പിക്കാൻ നാസ്, ഇൻസാൻ എന്നീ പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നാസ്, ഇൻസാൻ എന്ന പദം ദൃഷ്ടിക്ക് കാണാൻ കഴിയുന്നതും പ്രത്യക്ഷമായതുമായ സാധനം എന്ന നിലയ്ക്ക്, വസ്തു എന്ന നിലക്കാണ് ഇൻസാൻ എന്ന പദവും നാസ് എന്ന പദവും മനുഷ്യനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ മിനൽ ജിന്നത്തിലെ ഈ ജിന്ന് ആരാ? മനുഷ്യനെ പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വണങ്ങി അനുസരിച്ച് ആരാധനയിലായി ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ട സൃഷ്ടി എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട സൃഷ്ടി. സൂറത്തു ദാരിയാത്തിൽ മുമ്പ് ഞാൻ സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വിശദീകരിച്ചപ്പോൾ ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും ജിന്ന് വിഭാഗത്തെയും ഇൻസ്, മനുഷ്യ വിഭാഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂനി, എനിക്ക് ഇബാദത്ത് ചെയ്യുവാനല്ലാതെ. അപ്പൊ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടി തന്നെയാണ് ജിന്ന് വിഭാഗം എന്ന് പറയുന്നത്.
അപ്പൊ മനുഷ്യനിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രകൃതമാണ് ജിന്നിനുള്ളത്. അത് നേരത്തെ പറഞ്ഞു. മനുഷ്യൻ പ്രത്യക്ഷമായതാണ്, കാണാൻ കഴിയുന്നതാണ്, ജിന്ന് കാണാൻ കഴിയാത്തതാണ്. അതുപോലെ തന്നെ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നാണ്, ജിന്നിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് തീയിൽ നിന്നാണ്. ഇതൊക്കെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ജിന്നിനെ നമുക്ക് കാണാൻ കഴിയില്ല, മനുഷ്യനെ കാണാൻ കഴിയും. ഇബ്ലീസ് എന്ന് പറയുന്ന ആ ശത്രു ജിന്നിൽപ്പെട്ടവനാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിയുടെയും ഹവ്വ റളിയല്ലാഹു അൻഹയുടെയും സ്വർഗവാസ സന്ദർഭത്തിൽ അവരെ പിഴപ്പിക്കാൻ ശ്രമിച്ച ആ ഇബ്ലീസ്, ആദമിനെ അള്ളാഹു സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിനെ ധിക്കരിച്ച ആ ഇബ്ലീസ് ജിന്നിൽപ്പെട്ടവനാണ് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ മുഴുവനും പിഴപ്പിക്കാൻ ഈ ഇബ്ലീസ് അള്ളാഹുവിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ടുമുണ്ടെന്ന് ഖുർആൻ പറയുന്നു. ലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. ഞാൻ അവരെ മുഴുവനായും പിഴപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. പക്ഷേ അവരിൽ നിന്നെ നിഷ്കളങ്കമായി വിശ്വസിക്കുന്ന, നിന്നെ നിഷ്കളങ്കമായി ആരാധിക്കുകയും അനുസരിക്കുകയും നിനക്ക് വഴങ്ങുകയും ചെയ്യുന്ന, അടിമപ്പെടുകയും ചെയ്യുന്ന അടിയങ്ങളെ എനിക്ക് പിഴപ്പിക്കാൻ കഴിയുകയില്ല എന്നും ഇബ്ലീസ് പറഞ്ഞതായി ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. യൗമുൽ ഖിയാമ വരെ ഇബ്ലീസിന്റെ ഈ ഷർറ്, ഇവന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പൊ മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നിനെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു സാമാന്യ വിവരം ഇത്രയും നമുക്ക് മതിയായതാണ്. നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, ജിന്നുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാടുകേറിയ ചർച്ചകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. അത് നമ്മുടെ ഈമാനിൽ അല്പം വർധനവോ അല്ലെങ്കിൽ ഈമാനിൽ അല്പം കുറവോ വരുത്താൻ അല്ലെങ്കിൽ ഈമാൻ വർദ്ധിപ്പിക്കാൻ കാരണമായ ഒരു വിഷയമേ അല്ല. അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ്. മനുഷ്യനെ പോലെ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജിന്നി വിഭാഗത്തിൽ മനുഷ്യരെ പിഴപ്പിക്കാൻ, അതുപോലെ തന്നെ ജിന്നിലെ സൽക്കർമ്മികളായ ആളുകളെയും പിഴപ്പിക്കാൻ അവർക്കിടയിൽ തന്നെയുള്ള ശയാത്തീൻ, ഇബ്ലീസ് ഉണ്ട് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി മിനൽ ജിന്നത്തി എന്ന് പറഞ്ഞതിന് ശേഷം വന്നാസ്, മനുഷ്യരിലും പെട്ട. അപ്പൊ മനുഷ്യരിൽ പിശാചുണ്ടോ, ഞാൻ സ്വയം ഒരു പിശാചാണോ എന്ന ചോദ്യത്തിന് നമ്മൾ ആരും അത് അംഗീകരിക്കാൻ ഒരു നിലക്കും സാധ്യതയില്ല, അംഗീകരിക്കുകയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യരിലും പിശാചുക്കൾ ഉണ്ട് എന്നാണ്. മനുഷ്യരിലും ആളുകളെ പിഴപ്പിക്കുന്ന ആളുകൾ ഉണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പറയുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്? വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ ശയാത്തി അദുവ്വൻ. ഓരോ പ്രവാചകന്മാർക്കും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളെ ഞാൻ ശത്രുക്കളാക്കി വെച്ചിട്ടുണ്ട്. യൂഹി ബഅ്ദുഹും ഇലാ ബഅ്ദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറ. അവർ പരസ്പരം വഞ്ചിക്കുന്ന മോഹന വാക്കുകൾ വാരി വിതറിക്കൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് സൂറത്തുൽ അൻആമിലെ 112 ആയത്തിൽ നമുക്കത് കാണാൻ കഴിയും. അവിടെ അല്ലാഹു ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്, ജിന്ന് വർഗത്തിലെയും മനുഷ്യവർഗത്തിലെയും പിശാചുക്കൾ എന്ന് പറഞ്ഞതായി കാണാൻ കഴിയുന്നു. അപ്പൊ മനുഷ്യ വിഭാഗത്തിലും പിശാചുക്കളുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അബൂദർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, അതൈതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫിൽ മസ്ജിദ് ഫജലസ്തു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലായിരിക്കെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിരുന്നു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചോദിച്ചു, യാ അബൂദർ സ്വല്ലൈത, അബൂദറെ നീ നമസ്കരിച്ചോ? ഫഖുൽതു, ഞാൻ പറഞ്ഞു. അബൂദർ പറഞ്ഞു, ലാ, ഇല്ല, നിസ്കരിച്ചിട്ടില്ല പ്രവാചകരെ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഖും ഫസല്ലി, എന്നിട്ട് നിസ്കരിക്കുക. അങ്ങനെ ഫഖുംതു ഫസല്ലൈതു, ഞാൻ എഴുന്നേറ്റ് നമസ്കരിച്ചു. എന്നിട്ട് സുമ്മ ജലസ്തു, പ്രവാചകന്റെ അടുക്കൽ പോയിട്ടിരുന്നു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂദർ, അല്ലയോ അബൂദർ, അബൂദറെ തഅബ്ബദ് ബില്ലാഹ്, അല്ലാഹുവിനോട് കാവലിനെ തേടിക്കൊള്ളുക.
മിൻ ശർരി ശയാത്തീനിൽ ഇൻസി വൽ ജിൻ, ജിന്ന് വിഭാഗത്തിലെയും ഇൻസ് വിഭാഗത്തിലെയും പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് നീ കാവലിനെ തേടിക്കൊള്ളുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് സംശയമായി. പ്രവാചകരോട് ചോദിച്ചു, പ്രവാചകരെ, യാ റസൂലല്ലാഹ് വലിൽ ഇൻസി ശയാത്തീൻ, മനുഷ്യരിലും പിശാചുക്കളോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം അബൂദർ, അതെ, മനുഷ്യരിലും പിശാചുക്കളുണ്ട്. ആരാണവൻ? നേരത്തെ പറഞ്ഞ ജിന്നു വിഭാഗത്തിൽപ്പെട്ട പിശാചിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ടവൻ, അതായത് ആ പിശാചിന്റെ, ആ ഇബ്ലീസിന്റെ പാർട്ടിയിലെ അംഗങ്ങൾ. നമ്മെ തെറ്റിലേക്ക് നയിക്കുന്ന ആളുകളെയാണ് ശയാത്തീനൽ ഇൻസ്, മനുഷ്യരിലെ പിശാചുക്കൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരുപക്ഷെ നമ്മുടെ കൂട്ടുകാരാകാം. അൽമർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ മൻ യുഖാലിലുഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഓരോരുത്തരും അവനവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. ചാരിയാൽ ചാരിയത് മണക്കുമെന്നാണല്ലോ. അതുകൊണ്ട് ഫൽയൻദുർ മൻ യുഖാലിലുഹു, ആരെയാണോ കൂട്ടുകാരനായി സ്വീകരിക്കുന്നത് എന്ന് ശരിക്കും നോക്കിക്കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. കൂട്ടുകാർ നമ്മെ നേരായ വഴിയിലൂടെ നയിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അത് നമുക്ക് ഗുണകരമായിരിക്കും. നമ്മെ തിന്മയുടെ വഴിയിലൂടെ നയിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ഈ പറയുന്ന മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ എന്ന് പറഞ്ഞ ആ മനുഷ്യരിൽപ്പെട്ട പിശാചിന്റെ ആ ഗണത്തിലായിരിക്കും അവർ പെടുക എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നേതാക്കന്മാർ, തിന്മയുടെ വഴിയിലേക്ക് നയിക്കുന്ന നേതാക്കന്മാർ, അതുപോലെ തന്നെ തിന്മയുടെ വഴിയിലേക്ക് നയിക്കുന്ന ആശയാദർശങ്ങൾ, തിന്മയുടെ വഴിയിലേക്ക് നയിക്കുന്ന പ്രസ്ഥാനങ്ങൾ, തിന്മയുടെ വഴിയിലേക്ക് നയിക്കുന്ന സംഘടനകൾ, തിന്മയുടെ വഴിയിലേക്ക് നയിക്കുന്ന ക്ലബ്ബുകൾ എല്ലാം തന്നെ മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറയുമ്പോൾ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട വസ്വാസുൽ ഖന്നാസിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നു എന്നിങ്ങനെ വിശാലമായി നാം ഒന്ന് പരിശോധിച്ചു നോക്കുക. പിശാചിനെ തിരിച്ചറിഞ്ഞവന്റെ സ്വാധീന വലയത്തിൽപ്പെടാതെ മാറി സഞ്ചരിക്കാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.